സ്ഥിതികൾ വിലയിരുത്തി മാനേജബിൾ ആണ്. 16 രോഗികളാണ് ഈ ഇഷ്യൂ നടന്ന ഐസിയിലുണ്ടായിരുന്നത്. അവരെ ഷിഫ്റ്റ് ചെയ്തു. തൊട്ടടുത്തുള്ള ന്യൂറോ ഐസിയിലെ രോഗികളെ ഷിഫ്റ്റ് ചെയ്തു. ആൾക്കാർക്കാർക്കും പരിക്കുകളൊന്നുമില്ല. നന്നായിട്ട് അവിടുത്തെ ഡോക്ടേഴ്സും നഴ്സുമാരും നന്നായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു വെന്റിലേറ്ററിൽ നിന്നാണ് തീ പടർന്നത്. അതിൻ്റെ റീസണൊക്കെ അവർ അന്വേഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ രോഗികളെയും കൂടുതൽ ഡോക്ടർമാരെത്തി പരിശോധിച്ച് വരികയാണ്. ഇപ്പോൾ ആശങ്കയുണ്ട്, ഒരുപാട് പേര് ആശങ്കപരമായിട്ട് കോളുകൾ ചെയ്യുന്നുണ്ട്. അല്ല, അത് വേണ്ട എന്ന് പറയാനാണ് ഞങ്ങൾ മാധ്യമങ്ങളെ കണ്ടത്. അങ്ങനെയുള്ള വാർത്തകൾ പടരരുത്. ഞങ്ങൾ നേരിട്ട് രോഗികളെ കണ്ടു, ICUവിൽ കയറി ബൈസ്റ്റാൻഡർമാരൊക്കെ കണ്ടിട്ടാണ് പറയുന്നത്. ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തീ കണ്ട ഉടൻ തന്നെ ഫയർ എക്സ്റ്റിംഗ്വിഷർ അതിനകത്തുണ്ടായിരുന്നു. അത് വെച്ചിട്ട് അവർ മാനേജ് ചെയ്തു. ഇപ്പോൾ സിസ്റ്റത്തിൽ തുടരെ കുറെ വീഴ്ചകൾ വരുന്നുണ്ട്. അത്തരത്തിലൊരു വീഴ്ചയായിട്ട് ഇതിനെ കണക്കാക്കാം? അല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയും. ഇപ്പോൾ രോഗികളൊക്കെ തന്നെ സേഫ് ആണ്, സ്ഥിതി മാനേജബിൾ ആണ്. ബാക്കി നമുക്ക് പിന്നെ പറയാം. ആരോഗ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു? ഇല്ല, അദ്ദേഹത്തിന്റെ ഓഫീസിൽ സെക്രട്ടറി ഒക്കെ ഉണ്ടായിരുന്നു, ഇവിടെ DME ഉണ്ടായിരുന്നു, പ്രിൻസിപ്പൽ സൂപ്രണ്ട്, അവരുമായിട്ട് സംസാരിച്ച് ഹെൽത്ത് മിനിസ്റ്റർ കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ICU ഇത്തരത്തിലുള്ളൊരു സംഭവം നടക്കുന്നു എന്നുള്ളത്, ICUവിൽ അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളില്ല എന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സർക്കാർ ഈ കാര്യത്തിൽ തുടർ നടപടികൾ എന്തൊക്കെയാണ് സ്വീകരിക്കുക എന്നത് അടിയന്തരമായിട്ട് ജനങ്ങളെ പറഞ്ഞ് കാര്യങ്ങൾ ജനങ്ങളുടെ വിശ്വാസം ഒരുപാട് വീഴ്ചകൾ തുടരുന്നുണ്ട്. അതിലൊരു വീഴ്ച കണക്കാക്കാമോ? തീർച്ചയായിട്ടും കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഒരു നാഥമില്ലാത്ത ഒരവസ്ഥ കഴിഞ്ഞ കുറെ കാലമായിട്ടുണ്ട്. അതിന് അടിയന്തരമായിട്ട് പരിഹാരം കണ്ടെത്താൻ ജനങ്ങൾ തന്നെ ഇനി തെരഞ്ഞെടുപ്പ് ഇറങ്ങേണ്ടി വരും. തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് അതിനുള്ള പരിഹാരമാവുന്ന